നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സനാതനധർമ്മം ഹിന്ദുമതത്തിന്റെ കുത്തകയല്ലെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ നിസ്സാരവൽക്കരിച്ച മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി നേതൃയോഗം ആവശ്യപ്പെട്ടു. ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ 14 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി. കോവിഡ് മഹാമാരി ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈന 5 വർഷത്തിനു ശേഷം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ബി ജോർജ് അധ്യക്ഷനായി. കഴിഞ്ഞ 50 വർഷ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ചയിൽ പനമ്പള്ളി കോളേജ് നൽകിയ സംഭാവനകളെ മന്ത്രി എടുത്തുപറയുകയുണ്ടായി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം കൂടി വളർത്തിയെടുക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അസാപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കിൽ കോഴ്സുകളും ഇതിനുദാഹരണമാണെന്ന് മന്ത്രി പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന 50 പ്രഭാഷണ പരമ്പരയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പുതിയ ആശയങ്ങൾ ഉരുത്തിരിയട്ടെ എന്ന മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാർഡ് കൗൺസിലർ സൗമ്യ ബിനീഷ്, PTA വൈസ് പ്രസിഡന്റ് MA സുകുമാരൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബീന ഡേവിസ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആൽബിന ഷാഹുൻ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറും വൈസ് പ്രിൻസിപ്പലുമായ ആൽബർട്ട് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. മുന്നോട്ട് പോകുന്ന പനമ്പള്ളി കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നിങ്ങൾ ഏവരെയും പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം അറിയിക്കുകയാണ്. ഈ കോളേജ് വളർച്ചയുടെ കടവുകളിലൂടെ അതിവേഗം ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് എന്ന് തന്നെ പറയാം. അതിൽ അതിശയോക്തി ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 22-23 വർഷങ്ങളിൽ ബൃഹത്തായ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാൻ ഈ ക്യാമ്പസിൽ എത്തുകയുണ്ടായിട്ടുണ്ട്. 2022 4.59 കോടി രൂപ, അതായത് 4.59 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലൈബ്രറി ബ്ലോക്കിന്റെയും പരീക്ഷാ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചു. 2023 7.20 ലക്ഷം രൂപ ചെലവിൽ പുതിയ സയൻസ് ബ്ലോക്കിന്റെയും ക്യാൻറ്റീൻ സമുച്ചയത്തിന്റെയും ലേഡീസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി. ഈ ക്യാമ്പസിന്റെ ബഹുമുഖമായ വളർച്ചയ്ക്ക് വേണ്ടി മുൻകൈയെടുക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ജൂബിലി ലെക്ചേഴ്സ് ഉൾപ്പെടെ മികവുറ്റ രീതിയിൽ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ട സ്വാഗത നൃത്തം ഈ കലാലയത്തിന്റെ ഭാവുകത്വ പരിണാമത്തിൽ വന്നിട്ടുള്ള പണ്ടൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ അധ്യാപകർ ഇത്രയും താല്പര്യമെടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നല്ല പരിപാടിയായിരുന്നു.
അപ്പൊ തീർച്ചയായും നമ്മുടെ പനമ്പള്ളി കോളേജ് മുൻപൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പസാണ്, ഒരു കലാലയമാണ്. ഇന്നിപ്പോ ഉന്നത വിദ്യാഭ്യാസം നമ്മൾ കൈകോർത്ത് പിടിച്ച് നേതൃത്വം നൽകുന്ന സനാതനധർമ്മം ഹിന്ദുമതത്തിന്റെ കുത്തകയില്ലെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. സനാതനധർമ്മം സാർവത്രികമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ അത് അടങ്ങിയിട്ടുണ്ടെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സനാതനധർമ്മത്തെയും ഗുരുദേവ ദർശനങ്ങളിലെ അതിന്റെ പ്രസക്തിയെയും പറ്റി സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഭിന്നത ശക്തമാകുന്നതിനിടെയാണ് 1927 ആലപ്പുഴയിലെ പള്ളാത്തുരുത്തിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വിളംബരം തന്നെ സനാതനധർമ്മമാണെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. സനാതനധർമ്മം എന്നാൽ ഹിന്ദുമതത്തിന്റെ കുത്തകയല്ല, ഇത് സാർവത്രികമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതപരിവർത്തനം ആഗ്രഹിക്കുന്ന വ്യക്തികളെ സനാതനധർമ്മത്തിലേക്ക് മാറ്റാൻ ശ്രീനാരായണ ഗുരു പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. സനാതനധർമ്മത്തിന് ചാതുർവർണ്ണ്യ സമ്പ്രദായവുമായി യാതൊരു ബന്ധവുമില്ല. സനാതനധർമ്മം നിലനിൽക്കുന്നതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിസവും പോലുള്ള മതങ്ങൾക്ക് ഭാരതത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്, സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള കാലഘട്ടത്തിൽ സനാതനധർമ്മം ഗുണപരമായി തകർച്ചയ്ക്ക് വിധേയമായി. ചാതുർവർണ്ണ്യം, ജാതീയത തുടങ്ങിയ ദുരാചാരങ്ങളുടെ കടന്നുവരവോടെയാണ് ഇത് സംഭവിച്ചത്. ഇത് തൊട്ടുകൂടായ്മയിലേക്ക് നയിച്ചു. ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി തുടങ്ങിയ മഹാത്മാക്കൾ ഈ ദുരാചാരങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ പ്രവർത്തനങ്ങളുമായി ശ്രീനാരായണ ഗുരു കൂടുതൽ മുന്നോട്ടു പോയി. മതത്തേക്കാൾ വലുതാണ് മനുഷ്യരെന്ന് ഗുരു പ്രഖ്യാപിച്ചു. മതം എന്തായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മം ഇന്ന് കാണുന്നത് പോലെ മൂല്യച്യുതി വന്നു. ജാതീയതയുടെയും ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയുടെയും ശക്തമായ സാന്നിധ്യം ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പലരും അതിനെ സനാതനധർമ്മമായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഈ ആശയപരമായ പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്, സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സനാതനധർമ്മം മതങ്ങളുടെ ആവിർഭാവത്തിന് വളരെ മുമ്പ് മുതലുള്ളതാണെന്ന്, സനാതനധർമ്മവും ഹിന്ദു മതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ നേതാക്കളുടെ അവകാശവാദങ്ങളെ പരാമർശിച്ച് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സനാതനധർമ്മം ഭാരതത്തിന്റെ സംസ്കാരമാണ്. അക്കാലത്ത് ഹിന്ദുമതം ആവിർഭവിച്ചിട്ടില്ല. ഗുരുവും അത് സ്വീകരിച്ചു. ഹിന്ദുമതത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒന്നല്ല സനാതനധർമ്മമെന്നും സ്വാമി സച്ചിദാനന്ദ അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ നിസ്സാരവൽക്കരിച്ച മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പു പറയണമെന്ന് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി നേതൃയോഗം ആവശ്യപ്പെട്ടു. കുട്ടികളായ പുകവലിക്കുമെന്നും ഞാനും പുകവലിക്കാറുണ്ടെന്നുമുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ലഹരി ഉപയോഗത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണ്. കഞ്ചാവ് വലിക്കുന്നതിനെയാണ് മന്ത്രി പുകവലിയായി കാണുന്നത്. ലഹരിക്കെതിരെ കോടികൾ ചെലവഴിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സർക്കാരിന്റെ പ്രതിനിധി തന്നെ ഇപ്രകാരം പറയുന്നത് നിരുത്തരവാദിത്വപരമാണ്. കേരളം 2025 ചുവടുവെച്ചത് തന്നെ മദ്യത്തിൽ ആറാടിയാണ്. യുവതലമുറ ലഹരി ഉപയോഗിച്ച് കൊലപാതകം വരെ നടത്തുന്നു. സംസ്ഥാനത്തെ 1057 വിദ്യാലയങ്ങൾ ലഹരി മാഫിയയുടെ പിടിയിലാണെന്നും ലഹരി സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ വിദ്യാലയങ്ങളിൽ ഉണ്ടെന്നും പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം യുവതലമുറയെ പാഴ് ജന്മങ്ങളാക്കി മാറ്റുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അബദ്ധജടിലമായ പ്രസ്താവനകൾ നടത്തി ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന നേതൃയോഗം ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രസ്താവന നടത്തിയ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കുകയും സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും വേണം. കല്ലൂരിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന ചെയർമാൻ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ അധ്യക്ഷനായിരുന്നു. PH ഷാജഹാൻ, ഷൈബി പാപ്പച്ചൻ, ജോൺസൺ പാട്ടത്തിൽ, കുരുവിള മാത്യൂസ്, ഹിൽട്ടൺ ചാൾസ്, ഏലൂർ ഗോപിനാഥ്, ജെയിംസ് കോറമ്പിൽ, രാധാകൃഷ്ണൻ കടവുങ്കൽ, TM വർഗീസ്, PR അജാമളൻ, PI നാദിർ ഷാ, MA ജോസഫ്, ജെസി ഷാജി, KK വാമലോചന്, ജോണി പിടിയത്ത്, തോമസ് മറ്റപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ 14 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി. ആലപ്പുഴ സ്വദേശി 74 വയസ്സുള്ള ബാബുവാണ് അറസ്റ്റിലായത്. പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്നതായി രഹസ്യ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് പിടിയിലായത്. 2001 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. തിരുമുടിക്കുന്ന് പനങ്ങാട്ട് വീട്ടിൽ 35 വയസ്സുള്ള ദേവകിയെയാണ് ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ദേവകിയുടെ ദേഹത്തുണ്ടായിരുന്ന 6 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും എടുത്ത ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. 8 വർഷം ഒളിവിലായിരുന്ന പ്രതിയെ മാരാരിക്കുളം പോലീസ്
2008 പിടികൂടി. എന്നാൽ 2 വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയ പ്രതി വീണ്ടും ഒളിവിൽ പോയി. അപകടത്തിൽ കൈവിരൽ മുറിഞ്ഞതിന് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് തുക ഇയാൾക്ക് സ്ഥിരമായി ലഭിച്ചിരുന്നു. മധുര, കോട്ടയം എന്നിവിടങ്ങളിൽ പല പേരുകളിൽ കഴിഞ്ഞ പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്നാണ് കൊരട്ടി SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഇനിയൊരു ഇടവേള.